സന്തോഷത്തെ നമുക്ക് ആവശ്യമാണെന്ന് നമ്മൾ കൂടി അയച്ചിരിക്കുന്നു. ഇന്ന് ഇവിടെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ നമ്മുടെ ആരാധനയ്ക്ക് ശേഷം തിരുവചനത്തിലൂടെയും ധ്യാനത്തിലൂടെയും കർത്താവ് അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും തന്ന അനുഗ്രഹത്തിന്റെ ശേഷിച്ച കഷ്ണങ്ങൾ ഇനിയുണ്ടെങ്കിൽ അതും ചേർത്ത് വെച്ച് നമ്മൾ തുടർന്നുള്ള ജീവിതയാത്രയെ അത് പ്രയോജനപ്പെടുത്താൻ കൊണ്ട് നമ്മൾ ഒരാഴ്ചത്തെ നമ്മുടെ അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ദിവസമാണ്. അതുമാത്രമല്ല, സഭയുടെ കലണ്ടർ അനുസരിച്ച് ഈ വർഷത്തെ അവസാനത്തെ ഞായറാഴ്ചയാണ് കഴിഞ്ഞിരിക്കുന്നത്. 52ാമത്തെ ഞായറാഴ്ച. 52 ഞായറാഴ്ചകളുണ്ട്, 52 ആഴ്ചകളുണ്ട് യേശു ക്രിസ്തു നമ്മൾ ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്യുവാൻ നമ്മളെ വിട്ടുകൊടുക്കുന്ന ഒരു അനുഭവമാണ് സഭാജീവിതം. സഭയെ കർത്താവിൻ്റെ മനുഷ്യാവതാര പ്രക്രിയയുടെ തുടർച്ചയാണ് ക്രിസ്ത്യാനികൾ തുടർന്നുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കഴിഞ്ഞ ദിവസം കേട്ടു. ബേത്ലഹേമിൽ ജനിച്ച് സ്വർഗ്ഗാരോഹണം ചെയ്ത് 120 പേർക്ക് പെന്തിക്കോസ്തിയുടെ അനുഭവം കൊടുത്ത് ആ പെന്തിക്കോസ്തി പെരുന്നാളിൽ അവരെല്ലാം പുതിയ വീഞ്ഞ് കുടിച്ച് ലഹരിയുള്ളവരാണോ എന്ന് തോന്നത്തക്കവണ്ണവർ വീര്യമുള്ളവരും ധൈര്യമുള്ളവരും വിജയകരമായി കാര്യം ചെയ്യാൻ കഴിവുള്ളവരുമായി തീർന്നു. നമ്മുടെ സഭാജീവിതത്തിനെല്ലാവർക്കും അത് തന്നെയാണ്. നമ്മളെല്ലാവരും സ്വർഗത്തിൻ്റെ ലഹരിയിൽ സന്തോഷിക്കുന്നവരാക്കാനാണ്. മനുഷ്യരുടെ ലഹരി വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ബോറടിച്ചു പോകും. നമ്മുടെ ജീവിതം മടുപ്പില്ലാത്തതായി ഉത്സാഹത്തോടെ വേല ചെയ്യണമെങ്കിൽ ഒരു ലഹരി അത്യാവശ്യമാണ്. ആ ലഹരി ദൈവം നമുക്ക് തരാൻ തയ്യാറുമാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞിലൂടെ ലഭിക്കുന്നതാണ്. കർത്താവ് 3.5 കൊല്ലം മുന്തിരി കൃഷി നടത്തിയിട്ട്, മനുഷ്യ ഹൃദയങ്ങളിൽ മുന്തിരി കൃഷി നടത്തിയിട്ട് പെന്തിക്കോസ്തി പെരുന്നാളിൽ ആ മുന്തിരിക്കലയെല്ലാം ശേഖരിച്ച് മുന്തിരി ചാറാക്കി അവർക്ക് കൊടുത്തു. 120 പേർക്ക് ആ പുതിയ വീഞ്ഞിൻ്റെ പുതിയ ലഹരി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം, വലിയ ആനന്ദം, അവർക്ക് വലിയ ധൈര്യം, വലിയ ജ്ഞാനം, അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവ്, രോഗികളെ സൗഖ്യമാക്കാനുള്ള കഴിവ്, ധൈര്യമായി വേല ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം ആ ലഹരിയിൽ നിന്ന് കിട്ടി. എല്ലാ മനുഷ്യർക്കും അത്യാവശ്യമാണ് ഈ ലഹരി. ആ ലഹരി ഇല്ലാതെ വരുമ്പോൾ ബോറടിച്ചു പോവും, മടുപ്പ് വരും, അസ്വസ്ഥത വരും, നമുക്ക് കോപം വരും. ഇതൊക്കെ അതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ ആത്മഫലങ്ങൾ വിളയിക്കുന്ന വേദിയായി നമ്മൾ മാറി, അങ്ങനെ നമ്മളുടെ യഥാർത്ഥ മുന്തിരിയായ കർത്താവിനോട് നമ്മളും ചേർന്നിട്ട് ആ ശാഖകളായി മുന്തിരിക്കുല ഉണ്ടാകുന്നവരായിത്തീർന്നാൽ എന്നും സന്തോഷിക്കാം, എപ്പോഴും സന്തോഷിക്കാം. ഏത് നന്മയും എപ്പോഴും നമുക്ക് ചെയ്യാൻ സാധിക്കും. തിന്മ ചെയ്യാതെ നന്മ ചെയ്യാനുള്ള ശക്തിയും വീര്യവും ഊർജവുമാണ് പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞ് നമുക്ക് തരുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ സഭാജീവിതം കൊണ്ട് ആ പുതിയ വീഞ്ഞ് കിട്ടിയോ? ഇല്ലെങ്കിൽ വീണ്ടും കൃഷി ആരംഭിക്കുക. നമ്മളുടെ കൃഷി കാട്ടുമുന്തിരിങ്ങ കായ്ച്ച് യാതൊരു വീര്യവുമില്ലാതെ കയ്പ് മാത്രം തരുന്ന അങ്ങനത്തെ പരാജയപ്പെട്ട മുന്തിരി കൃഷികളുമുണ്ട്. ആ കാര്യം യെശയ്യാവിൻ്റെ പുസ്തകത്തിലുണ്ട്. വലിയ പ്രതീക്ഷയോടെ കൃഷി നടത്തിയിട്ട് കയ്പ് മുന്തിരിങ്ങ ഉണ്ടാക്കിയ വലിയ ദുഃഖത്തിൽ ആ കൃഷിക്കാരനെ എത്തിച്ചേർന്ന സംഭവം യെശയ്യാവിൻ്റെ പുസ്തകം എത്രാം അധ്യായത്തിലാണെന്ന് പറയാമോ? യെശയ്യാവിൻ്റെ പുസ്തകം 5ാം അധ്യായം എന്നെടുത്താട്ട് നമ്മുടെ ജീവിതത്തിലെ കയ്പുകൾ, പരാജയങ്ങൾ, ഇവ നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയപ്പെട്ട കൃഷിയായി പോയുണ്ടാകും. യെശയ്യാ 5ാം അധ്യായത്തിൽ എത്രാം വാക്യത്തിലാണ് ഈ പരാജയപ്പെട്ട മുന്തിരി കൃഷിയെക്കുറിച്ച് പറയുന്നത്? യെശയ്യാ 5ാം അധ്യായത്തിന്റെ എത്രാമത്തെ വാക്യത്തിലാണ്? കണ്ടുപിടിച്ചോ? യെശയ്യാവിന്റെ പുസ്തകം 5 എത്രാം വാക്യം അത്? അപ്പോൾ യെശയ്യാ 5ാം അധ്യായത്തിന്റെ 4ാം വാക്യത്തിൽ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നപ്പോൾ അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സങ്കടം കർത്താവിനുണ്ട്. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടമാണ് നമ്മൾ. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നമ്മളെ നല്ല ഫലം കായ്ക്കാൻ വേണ്ടി കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്ന നമ്മളെ കർത്താവിൻ്റെ മുന്തിരിയായിട്ട് ഒട്ടിച്ചതാണ്. ബഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫലം കായ്ക്കാൻ കഴിയും. അപ്പോൾ നമ്മൾക്ക് ഇന്ന് സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും ഇല്ലാത്ത കയ്പിൻ്റെ അനുഭവം മാത്രമുള്ളത് കൃഷി മോശമായി പോയതുണ്ടാകും. അതുകൊണ്ട് ഈ യെശയ്യാ 5ാം അധ്യായത്തിന് 4ാം വാക്യത്തിൽ 3ാം വാക്യത്തിൽ തുടങ്ങുന്നത്, ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെയും എനിക്ക് എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിക്കുകയും
അപ്പം ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധി കൽപ്പിക്കുവാൻ ഇതാ പ്രവാചകനിലൂടെ ഒരു കൽപ്പന വന്നിരിക്കുന്നു. ഇത് നമ്മൾ മാമോദിസ ഏറ്റവരാണ്, സ്നാനമേറ്റവരാണ്, കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ നടുതലയായി നമ്മളെ നട്ടതാണ്. കൃഷിക്കാരൻ വിളവെടുക്കാൻ വന്നപ്പോൾ കിട്ടിയ സങ്കടമാണ്, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നപ്പോൾ അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതുണ്ട്. ആ കേസ് നമുക്കുണ്ടോ? ഇപ്പം നമ്മളുടെ ജീവിതത്തിലെ കൃഷി കാട്ടുമുന്തിരിങ്ങയാണോ നല്ല മുന്തിരിങ്ങയാണോ കായ്ച്ചതെന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ നമ്മുടെ അനുഭവം തിരിച്ചു നോക്കിയാൽ മതി. താഴോട്ട് വായിക്കുന്നു, ആകയാൽ വരുകയും ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ ഇതിൻ്റെ വേര് പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാനിതിൻ്റെ മതിലിടിച്ചു കളയും, അത് ചവിട്ടി മലിച്ചു പോകും. ഞാനിതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാതെയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. സൈന്യങ്ങൾ യഹോവയുടെ മുന്തിരിത്തോട്ടം, ഇസ്രായേൽ ഗ്രഹവും അവന് മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു. അവൻ ന്യായത്തിനായിട്ട് കാത്തിരുന്നു, എന്നാൽ ഇതാ അന്യായം. നീതിക്കായി നോക്കിയിരുന്നു, എന്നാൽ ഇതാ ഭീതി. അപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗം മുന്തിരിത്തോട്ടത്തിൻ്റെ ഉപമയിലൂടെ കർത്താവ് നമുക്ക് തരുന്ന സന്ദേശം. പഴയ നിയമത്തിലെ യഹൂദ സഭയുടെ പശ്ചാത്തലത്തിലാണ് ഈ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്. പുതിയ നിയമത്തിലെ ഏതെങ്കിലും സഭയിൽപ്പെട്ടവരാണ് നമ്മൾ. പുതിയ നിയമത്തിലെ സഭയിലെ അംഗങ്ങളായിരിക്കും നമ്മളെക്കുറിച്ചും ഇതേ ന്യായവിധിയം വരുന്നുണ്ടോ? അതുകൊണ്ട് നമ്മുടെ മുന്തിരിത്തോട്ടം യേശുവിൻ്റെ മുളയെ നമ്മൾ ഒട്ടിക്കാൻ മാമോദിസ ഏറ്റവരാണ് നമ്മൾ. അല്ലെങ്കിൽ നമ്മളെ യേശുവിൻ്റെ ആ വൃക്ഷത്തോട് ഗ്രാഫ്റ്റ് ചെയ്യുക. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കണം, എങ്കിലേ നല്ല മുന്തിരിങ്ങ കായ്ക്കാനൊക്കെ ഉള്ളൂ. അത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലുണ്ട്. യോഹന്നാൻ 15-ലേക്ക് പോകാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് വന്ന് പഴയ നിയമത്തിലെ മുന്തിരിത്തോട്ടം കാട്ടുമുന്തിരിങ്ങ കായ്ച്ച് അതിൻ്റെ ദുഃഖം തീർക്കാൻ വേണ്ടി പുതിയ നിയമത്തിൽ ആ തോട്ടക്കാരൻ്റെ മകനായിട്ട് യേശുക്രിസ്തു ജനിച്ച് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞവരെ ഫലം കായ്ക്കുന്നവരാക്കാൻ എന്താണ് ചെയ്തത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 1 മുതൽ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിട്ട് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ചതായ വചന നിമിത്തങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. അപ്പോൾ യേശു ആവുന്ന മുന്തിരിവള്ളിയിൽ കൊമ്പുകളായി നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ശൈശവത്തിൽ തന്നെ ആ കർത്താവിൻ്റെ മുള നമ്മൾ ഒട്ടിച്ചിട്ട് നമ്മളെ ബഡ് ചെയ്തിട്ടുമുണ്ട്. 2 സാധ്യതകളുണ്ട്. കർത്താവിൻ്റെ മുളയെ നമ്മൾ ഒട്ടിച്ചാൽ ആ മുള വളർന്നു വന്ന് നല്ല മുന്തിരിങ്ങ കായ്ക്കും. നമ്മൾ കുറച്ച് വളർന്നു പോയെങ്കിൽ, നമ്മൾ ശാലം കൂടെ വളർന്ന മുന്തിരി ആണെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കും. കർത്താവിൻ്റെ ശാഖ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ചേർക്കാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒന്നും സംഭവിച്ചാലേ നമുക്ക് നല്ല മുന്തിരിങ്ങ കായ്ക്കാനൊക്കെ. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവെങ്കിൽ അവന് വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നിൽ വസിക്കാത്ത ഒരു കൊമ്പ് പോലെ, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിൽ ഇടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുകയും അത് നിങ്ങൾക്ക് ലഭിക്കും, അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ ഈ മുന്തിരിവള്ളി കൃഷി ഫലപ്രദമാക്കിയാൽ മാത്രം മതി. ആ കർത്താവിൻ്റെ വചനം നമ്മൾ വസിക്കുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ നല്ല കാര്യവും കർത്താവ് ചെയ്തു വരുമെന്നാണ് പറയുന്നത്. നമ്മൾ നല്ല കാര്യങ്ങൾ സാധിക്കാത്തതിൻ്റെ ദുഃഖം നമുക്കുണ്ട്. ആ ദുഃഖത്തിൻ്റെ നിരാശയുടെയും അസ്വസ്ഥത വരുമ്പോൾ ഉറങ്ങാനൊക്കാത്തപ്പോഴാണ് മാരകമായ മദ്യം കഴിക്കേണ്ടി വരുന്നത്. ബിസിനസ് പൊട്ടി, സമാധാനമില്ല, സ്നേഹമില്ല, മനസ്സിന് മുറിവും ചതവും, യാതൊരു സ്വസ്ഥതയില്ലാതെ വരുമ്പോൾ ഉറങ്ങാൻ വേണ്ടി മാരകമായ വിഷമായ മദ്യത്തിനടിമയാകുന്നു. അങ്ങനെ പുളിച്ച വീഞ്ഞ്
മയക്കുമരുന്ന് ചേർത്ത കണ്ടിവണ്ണ ചേർത്ത പുളിച്ച വീഞ്ഞ് കുടിച്ചാൽ മയക്കം വരും. അങ്ങനെ നശിക്കാനുള്ളവർക്ക് അങ്ങനത്തെ വീഞ്ഞ് കൊടുക്കണമെന്ന് സദൃശവാക്യം 31:6 അപ്പോൾ നമ്മൾ മയക്കുമരുന്ന് ചേർത്തതായ വീഞ്ഞ് കുടിക്കേണ്ടി വന്നാൽ, ലഹരി സാധനങ്ങൾ കഴിക്കേണ്ടി വരുന്നത് ഒരു ഗതികേടാണ്, ഒരു ശാപമാണ്. എന്താ കാര്യം? അത് നശിക്കാൻ വിധി ഉള്ളവർക്ക് അവരുടെ മരണം ബോധമില്ലാതെ വേദനയില്ലാതെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കൺസെഷനാണ് നശിക്കാനുള്ളവർക്ക് മദ്യം കൊടുക്കണമെന്ന് എഴുതിയിരിക്കുന്നത്. അത് എത്രാം വാക്യാന്ന് പറയാം? സദൃശവാക്യം 31:6 എന്ത് പറയുന്നു? നശിക്കാറായിരിക്കുന്നവന് മദ്യവും മനോവ്യസനമുള്ളവനെ വീഞ്ഞും കൊടുക്കുക. കണ്ടോ? എല്ലാവരും കണ്ടോ? അത് 31 കണ്ടോ? സദൃശവാക്യം 31, പ്രോവർബ്സ് സദൃശവാക്യം 31. അപ്പൊ അങ്ങനെ ഒരു സ്വർഗ്ഗകോടതിയുടെ വിധി കിടപ്പുണ്ട്. സദൃശവാക്യം 31:6 കണ്ടോ? എല്ലാവരും കണ്ടോ? സദൃശവാക്യങ്ങൾ എവിടെയാണത്? സങ്കീർത്തനങ്ങൾ കഴിഞ്ഞാണ്. സങ്കീർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് സദൃശവാക്യങ്ങൾ 31 അധ്യായമേ ഉള്ളൂ. 31-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 6-ാം വാക്യത്തിൽ: നശിക്കുമാറായിരിക്കുന്നവൻ മദ്യവും മനോവ്യസനമുള്ളവനും വീഞ്ഞും കൊടുക്കുക. അവൻ കുടിച്ചിട്ട് തന്റെ ദാരിദ്ര്യം മറക്കുകയും തന്റെ അരിഷ്ടത ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. 4-ാമത്തെ വാക്യത്തിൽ: വീഞ്ഞു കുടിക്കുന്നത് രാജാക്കന്മാർക്ക് കൊള്ളരുത്, ലെഹോവയിലെ രാജാക്കന്മാർക്ക് അത് കൊള്ളരുത്. മദ്യാസക്തി ബ്രോക്കന്മാരെ അത് കൊള്ളരുത്. അവർ കുടിച്ചിട്ട് നിയമം മറന്നു പോകുവാനും അരിഷ്ടന്മാരുടെ ന്യായം മറിച്ചു കളവാനും ഇടയാകരുത്. അപ്പം നശിക്കാറായിരിക്കുന്നവർക്ക് മാത്രം കുടിക്കാൻ പറ്റിക്കുന്ന ഒരു സാധനമാണ് മദ്യം. ജീവിക്കേണ്ടവരും വിജയം വരിക്കേണ്ടവർക്കുള്ളതല്ല, അത് രാജാക്കന്മാർക്കുള്ളതല്ല, അത് ജഡ്ജിമാർക്കുള്ളതല്ല, വക്കീലന്മാർക്കുള്ളതല്ല, ഭർത്താക്കന്മാർക്കുള്ളതല്ല, മക്കൾക്കുള്ളതല്ല, ഭാര്യമാർക്കുള്ളതല്ല, നശിക്കാനുള്ളവർക്ക് മാത്രമുള്ളതാണ്. അപ്പം നശിക്കാനുള്ളവർക്കുള്ള ഈ മദ്യം കുടിക്കുന്നതിൻ്റെ ഗതികേട് വരുന്നതിൻ്റെ കാര്യം എന്നാ? അങ്ങനെയുള്ള ന്യായവിധിയല്ല നമ്മുടെ കാണും. ഇത് നശിക്കട്ടെ, നശിക്കട്ടെ, പോട്ടെ, തൊലയട്ടെ എന്ന് സ്വർഗ്ഗകോടതി വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധി മാറ്റാതെ കുടിയോട്ട് നിർത്താനും ഒക്കെയില്ല. വേദോത്സവം വായിച്ചുകൊണ്ടോ കുടി മോശമാണെന്ന് പറഞ്ഞുകൊണ്ടോ കുടിയുടെ ഗതികൾ കൊണ്ടൊന്നും കുടി നിർത്താനൊക്കെയില്ല. അത് സ്വർഗ്ഗകോടതിയുടെ വിധി മാറ്റി എഴുതണം. നശിച്ചു പോകത്തക്കതായ വിധി മാറിയെങ്കിൽ മാത്രമേ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിന്റെ പുതിയ വീഞ്ഞിന് ലഹരി നമുക്ക് കിട്ടുള്ളൂ. ഏതും ലഹരി അത്യാവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ മുന്തിരി കൃഷി വിജയിച്ച് കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്ന പരിപാടി നിർത്തി നല്ല മുന്തിരിങ്ങ കായ്ക്കുന്ന നല്ല മുന്തിരിയായി മാറുവാൻ കർത്താവിന്റെ മുന്തിരിയുടെ നല്ല മുള നമ്മൾ ഒട്ടിക്കുകയോ നമ്മുടെ മുന്തിരിയിൽ കർത്താവിന്റെ ശാഖ ചേർക്കുകയോ ഒക്കെ ചെയ്ത അതെല്ലാം വിജയിച്ചു കഴിഞ്ഞതിന് ശേഷം പെന്തിക്കോസ്തിയുടെ അനുഭവം പരിശുദ്ധാത്മാവിന്റെ പുതിയ വീഞ്ഞു കുടിക്കുന്ന സുബോധമുള്ളതും ശക്തിയുള്ളതും എല്ലാം വിജയകരമായി ചെയ്യാൻ സാധിക്കുന്ന ശക്തിയായിട്ട് മാറും. അങ്ങനെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ കഴിഞ്ഞ തലമുറകളിൽ നിന്ന് കടന്നു വന്ന ശാപങ്ങളുണ്ടാകാം. നമ്മൾ നശിച്ചു പോകണമെന്ന് സ്വർഗ്ഗകോടതി വിധി വരത്തക്ക വന്ന തരത്തിൽ ആ കോടതി വിധി മാറ്റി എഴുതാത്തത് കൊണ്ടാണ് മദ്യപാനം നിർത്താനുള്ളത്. ഡി അഡിക്ഷൻ സെന്ററിൽ പോയി മദ്യപാന രോഗത്തിന് ചികിത്സിച്ചവരുണ്ട്, ചികിത്സ കഴിഞ്ഞ് പിന്നെയും കുടി തുടങ്ങുന്നവരുണ്ട്. ധ്യാനമന്ദിരങ്ങളിൽ പോയി കുടി നിർത്തിയവരുണ്ട്, ധ്യാനം കഴിഞ്ഞ് തിരിച്ചു കഴിഞ്ഞ് പിന്നെയും കുടി തുടങ്ങിയവരുണ്ട്. കാരണം ഇതാണ്, സ്വർഗ്ഗകോടതി മാറ്റി എഴുതാതെ ശബ്ദദോഷം കൊണ്ടോ മരുന്ന് കൊണ്ടോ മാത്രം ഈ അസുഖം മാറുകയില്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ പുതിയ വീഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പഴയത് കുടിക്കുന്നത് നിർത്തിയിട്ട് പുതിയത് വേണമെന്ന് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിന്റെ പുതിയ വീഞ്ഞിന് വേണ്ടി അപേക്ഷ കൊടുത്ത് ഞാൻ നശിച്ചു പോകണമെന്നുള്ളതായ പൂർവികരുടെ ശാപം സ്വർഗ്ഗകോടതിയുടെ വിധി മാറ്റി എഴുതുവാൻ യേശു ക്രിസ്തുവിൽ അഭയം പ്രാപിച്ചാൽ ആ യേശു നശിച്ചു പോകുന്നവർക്ക് വേണ്ടി പാപമാക്കപ്പെട്ട് കുരിശിൽ മരിച്ചയാളാണ്. യേശു ക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടിയാണ്. യേശു ക്രിസ്തു എൻ്റെ പാപശാപങ്ങൾ വഹിച്ച് എൻ്റെ ന്യായവിധി തൻ്റെ മേലാക്കി എൻ്റെ മേലുള്ള വിധി മാറ്റി എഴുതി എനിക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയാണ് യേശു മരിച്ചതെന്ന് വിശ്വസിച്ച് യേശുവിനെ വിശ്വസിക്കാമെങ്കിൽ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവർക്ക് ദൈവമക്കളായി ദത്തെടുക്കപ്പെടുന്ന അനുഭവം ലഭിക്കും. അപ്പോൾ ശപിക്കപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചതിൻ്റെ കെടുതികൾ മാറണമെങ്കിൽ നമ്മൾ അവരെയും അവരുടെ തിന്മകളെയും വെറുത്ത് ഉപേക്ഷിച്ചിട്ട് സ്വർഗ്ഗത്തിലെ പിതാവ് തന്നതായ പുത്രനെ ഞാൻ എൻ്റെ രക്ഷിതാവായി അംഗീകരിക്കുന്നു. അവൻ എനിക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു, അവൻ എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു
എനിക്ക് വേണ്ടി എന്നെ വഹിച്ചുകൊണ്ടാണ് അവൻ മരിച്ചത്. അതുകൊണ്ടാണ് അവനും കണ്ണിയുണ്ട ചേർത്ത പുളിച്ചം വീഞ്ഞ് അവൻ കുടിക്കേണ്ടി വന്നു. കർത്താവ് അത് വായ വെച്ച് അതിൻ്റെ കയ്പ് അനുഭവിച്ചു, പക്ഷെ ഇറക്കിയില്ല. കർത്താവ് ഇങ്ങനെ സദൃശ്യവാക്യം 31:6 അനുസരിച്ചാണ് കുരിശിക്കപ്പെടുന്നവർക്കെല്ലാം ലഹരി മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നത്, മയക്കുമരുന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാ കുരിശിക്കപ്പെട്ടവരും അത് കുടിച്ച് മയങ്ങി ചത്തു. യേശു മാത്രം അത് വായിൽ വലിച്ചെടുത്തു. സ്പോഞ്ചിലാണ് കൊടുത്തത്. അതിൽ വലിച്ചെടുത്തെങ്കിലും അതിൻ്റെ കയ്പ് മാത്രം ആസ്വദിച്ച് മാറ്റി തുപ്പിക്കളഞ്ഞു. ഉദരത്തിലേക്ക് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ബോധം കെട്ടുപോയാലും, ബോധം കെട്ടുപോയിരുന്നെങ്കിൽ കർത്താവ് നിവൃത്തിയായെന്ന് പറഞ്ഞ് പാനൊക്കെയില്ലായിരുന്നു. ബോധം കെടാതെ കുരിശിൽ കിടന്ന വേദന സഹിച്ചതുകൊണ്ടാണ് തൻ്റെ കുരിശിന് ചുവട്ടിൽ നിന്ന് അമ്മയ്ക്ക് യോഹന്നാനെ മകനായിട്ട് കൊടുത്തു, യോഹന്നാൻ അമ്മയായിട്ട് അമ്മയെ കൊടുത്തു, അമ്മയ്ക്ക് മോനായിട്ട് യോഹന്നാനെയും കൊടുത്തു. രണ്ടുപേരും സന്തുഷ്ടരായി അവരുടെ വേല തേച്ചു പോയി. നിവൃത്തിയായെന്ന് പറഞ്ഞാൽ അവരും പോയി. അപ്പോൾ നമുക്ക് നിവൃത്തിയായെന്ന് പറഞ്ഞ കുടുംബജീവിതം നയിച്ചായാലും സന്യാസ ജീവിതമായാലും സാമൂഹ്യ ജീവിതമായാലും നമ്മളുടെ വേല തേച്ചിട്ട് സന്തോഷമായി പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞ് കുടിച്ചിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞ് ഗർഭം മുതലേ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, സാധിക്കുന്നവരുണ്ട്. ജനിച്ചു കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞെങ്കിലും കിട്ടുന്നവരുണ്ട്, അവസാനമെങ്കിലും കിട്ടുന്നവരുണ്ട്. നമ്മൾ ഏത് ഇനത്തിൽപ്പെട്ടതാണ്? കർത്താവിന് ഈ ക്രൂശ് മരണം സഹിക്കാൻ കഴിഞ്ഞതെന്നുകൊണ്ടാണ് ചോദിച്ചാൽ, കർത്താവിന് ഗർഭം മുതലേ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ദൈവം മനുഷ്യനായി വന്ന നിലയിൽ ഗർഭത്തിൽ കിടന്നുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയിൽ ആനന്ദിക്കാൻ കഴിഞ്ഞ ആളാണ്. എന്താ കാര്യം? പരിശുദ്ധാത്മാവിൻ്റെ നിഴലിൽ പരിശുദ്ധാത്മാവിൽ തന്നെയാണ് യേശു കന്യകയിൽ ജനിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞിന് ലഹരിയിൽ മാതാവ് സന്തോഷിച്ചു. എൻ്റെ ദേഹി കർത്താവിനെ പോഴ്ത്തുന്നു എന്ന് പറഞ്ഞ് മാതാവ് സന്തോഷം കൊണ്ട് ആനന്ദിച്ചു. ആ ആനന്ദം ഈ കുഞ്ഞിനും കിട്ടി. അപ്പോൾ ഗർഭത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞ് കുടിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ ഗർഭത്തിൽ കിടന്നുകൊണ്ട് തന്നെ ആത്മാവിൽ കിടന്ന് തുള്ളാൻ സാധിക്കും. ആ തുള്ളൽ അതിന് നല്ല ആരോഗ്യം കൊടുക്കുമെന്നുള്ള കാര്യം ഓർപ്പിക്കണം. യോഹന്നാൻ സ്നാപകൻ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന് തുള്ളിച്ചാടി യേശുവിൻ്റെ സാന്നിധ്യത്തിൽ. അത് ആ കുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ ലഹരിയിൽ ആനന്ദിക്കാനുള്ള അവസരമായിരുന്നു. അതുകൊണ്ട് ആ കുഞ്ഞ് തന്നെ വളർന്നു, തന്നെ പഠിച്ചു, തന്നെ ജോലി കണ്ടെത്തി, തന്നെ വേല തെളിച്ചു, തന്നെ റിട്ടയർമെൻറ്റ് വാങ്ങിച്ചു, പെൻഷനും വാങ്ങിച്ചുകൊണ്ട് പോയി. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ലഹരി ഗർഭം മുതലേ ആസ്വദിക്കാൻ സാധിച്ചാൽ മതി, എന്തും സഹിക്കും, ആരെയും ആശ്രയിക്കാതെ എല്ലാ വേലയും തെളിച്ചിട്ട് പോകുന്ന അനുഭവം ഉണ്ടാവും. നമുക്കത് ഗർഭത്തിൽ വെച്ച് കിട്ടിയില്ലെങ്കിൽ ശൈശവത്തിൽ വെച്ചെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ശൈശവത്തിൽ മാമൂസ നൽകി യേശുവിൻ്റെ മുളയെ വഡ്ഡി ചെയ്തിട്ട് ഏതെങ്കിലും ആകാൻ രുചി നോക്കാത്ത ജീവക്ഷത്തിൻ്റെ ഫലമാണെന്ന് പറഞ്ഞ് തിരുശരീര രക്തങ്ങൾ തിരുവത്താഴ് ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ ഈ കുഞ്ഞിനെ വായിലൊഴിച്ചു കൊടുക്കുന്നത് അത് വീണ്ടും ജനത്തിൻ്റെ അനുഭവത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞിൻ്റെ ലഹരി ഗർഭത്തിൽ വെച്ച് കിട്ടിയില്ലേ, സ്നാനം വെക്കുമ്പോഴേലും കിട്ടണം. അത് എത്രയും നേരത്തെ സ്നാനം വെച്ചാൽ എത്രയും നേരത്തെ ലഹരി കിട്ടും. ഗർഭത്തിൽ വെച്ച് തന്നെ വിശ്വസിക്കുവാനും ആത്മാവിലാകാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകന് ഗർഭത്തിൽ വെച്ച് തന്നെ അത് സാധിച്ചത്. അത് അപ്പൻ്റെ അമ്മയുടെ ഒരുക്കം കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമാണ്. അവർ നിഷ്കളങ്കരും നീതിയുള്ളവരും ദൈവവചനം അനുസരിക്കുന്നവരും ദൈവത്തിൽ ആശ്രയിക്കുന്നവരുമായിരുന്നുകൊണ്ട് പ്രാർത്ഥനയുടെ മറുപടിയായി യോഹന്നാൻ ജനിച്ചു. യോഹന്നാൻ ഗർഭത്തിൽ കിടന്നുകൊണ്ട് തന്നെ യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. മാതാവിൻ്റെ സാന്നിധ്യത്തിൽ മാതാവിൻ്റെ ഉദരത്തിൽ കിടന്ന യേശു കുഞ്ഞിനെ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ആ കുഞ്ഞു മനസ്സിലാക്കിയിട്ട് അവരെ ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് ബന്ധം പുലർത്തി അവർ എല്ലാവരും സന്തോഷിച്ചു. ആ സന്തോഷം അവർക്ക് എന്തും സഹിക്കാനുള്ള കഴിവ് കൊടുത്തു. അതുകൊണ്ട് ആത്മാവിൻ്റെ പുതിയ വീഞ്ഞിൻ്റെ അനുഭവം കന്യമറിയാവനും എലിസബത്തിനും ചക്രിയാവനും ഇവർക്കെല്ലാം നേരത്തെ കിട്ടിയതുകൊണ്ടാണ് അവരെ ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ച് വേല തകച്ച് ജന്മസാഫല്യം അടഞ്ഞതെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിവുള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് സ്നാനം കൊടുത്തത്. എന്നാൽ ഏത് പ്രായത്തിൽ വിശ്വസിച്ചാലും അത് അല്പവിശ്വാസമാകാനും സാധ്യതയുണ്ട്. അത് പൂർണ്ണതയിലെത്താൻ ആത്മനിറവും കാത്തിരിപ്പും അതിനശുശ്രൂഷയും തുടരണമെന്നുള്ള കാര്യം ഓർപ്പിക്കും. അതുകൊണ്ട് ഇത്രാം വയസ്സിലെ സ്നാനം വെക്കാവുന്ന ഒരു നിർബന്ധമില്ല. മാതാപിതാക്കളുടെ വിശ്വാസം കുഞ്ഞുങ്ങൾക്ക് ഗർഭം മുതലേ കിട്ടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് സ്നാനം കൊടുക്കാറുള്ളത്. അവർക്ക് വിശ്വസിക്കാൻ കഴിവുള്ളതുകൊണ്ടും ആ കഴിവ് പരിശുദ്ധാത്മാവിൻ്റെ ദാനമായതുകൊണ്ടുമാണ് രണ്ടാം തലമുറക്കാർക്ക് ശൈശവത്തിലെ സ്നാനം കൊടുത്തത്. എന്നാൽ ഒന്നാം തലമുറക്കാർ എപ്പം വിശ്വസിച്ചോ അപ്പോൾ അവർക്ക് സ്നാനം കിട്ടി. എപ്പോൾ സ്നാനമേറ്റാലും അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പുതിയ വീഞ്ഞ് കുടിക്കാനുള്ള അവസരമാണെന്നുള്ള കാര്യം ഈ തിരുവചനം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു.
നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ ചതിക്കുമെന്ന് പറഞ്ഞ ആ വചനം നമ്മൾ നിവൃത്തിയാകത്തക്കോണം നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ ഈ യേശു വളർന്ന് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തെങ്കിലേ നമുക്ക് പെന്തക്കോസ്തിയുടെ പുതിയ വീഞ്ഞിന് അനുഭവം ലഭിക്കുകയുള്ളൂ. അതിനാണ് സഭാജീവിതം 52 ആഴ്ച കൊണ്ട് യേശു ക്രിസ്തുവിനെ ഓർപ്പിക്കുകയും ധ്യാനിപ്പിക്കുകയും ചെയ്യുന്ന വേദിയായി ആരാധന സ്ഥലവും ധ്യാനസ്ഥലവും പിതാക്കന്മാർ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച 52ാമത്തെ ഞായറാഴ്ചയായിരുന്നു. അടുത്ത ഞായറാഴ്ച ശുദ്ധീകരണ പെരുന്നാളാണ്. അടുത്ത ശുദ്ധീകരണ പെരുന്നാളോടുകൂടി അടുത്ത ഒരു വർഷക്കാലത്തെ ആരാധന ആരംഭിക്കുന്നു. അടുത്ത ഡിസംബർ മാസം 25-ാം തീയതി യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നു. നമ്മുടെ ദേഹിടോണിലും യേശു കുഞ്ഞിനെ പ്രസവിക്കുന്ന കന്യകയായി മാറാൻ വേണ്ടിയാണ് നമ്മൾ ആത്മാവിൽ വളരുന്നത്. നമ്മുടെ എല്ലാവരുടെയും ദേഹികൾ സോൾ ഒരു കന്യകയാണെന്ന് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നു. അപ്പോൾ നമ്മുടെ ദേഹിടോണിൽ ഒരു കന്യകയാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാം സോൾ ഒരു കന്യകയാണ്. ആ കന്യകയ്ക്ക് വചനം കേട്ട് ഗർഭം ധരിച്ച് യേശു കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അടുത്ത ഡിസംബർ മാസം 25-ാം തീയതി നിങ്ങൾ പള്ളിയിൽ ആരാധനയ്ക്ക് വരുമ്പോൾ നിങ്ങളുടെ യേശു കുഞ്ഞുങ്ങളെയും കൊണ്ട് വേണം വരാൻ. അങ്ങനെ എല്ലാ വർഷവും യേശു കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ നമ്മുടെ ദേഹിക്ക് കഴിവുണ്ട്. അതുകൊണ്ട് അടുത്ത വർഷത്തെ യേശു കുഞ്ഞിനെ പ്രസവിച്ച് സഭയോട് ചേർക്കുന്ന ആ വലിയ വേലയ്ക്ക് മാതാവിൻ്റെ പണി നമുക്ക് കിട്ടിയിരിക്കുക. നമ്മൾ മാതാവിനെ പോലെ വളർന്നവരാണെങ്കിൽ, കൃപയിൽ നിറയുന്നവരാണെങ്കിൽ, വചനം വിശ്വസിക്കുന്നവരാണെങ്കിൽ, വചനം അനുസരിക്കുന്നവരാണെങ്കിൽ നമുക്കും ആ മാതാവിനോടും സ്ഥാനം തരാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. എൻ്റെ ഇഷ്ടം ചെയ്യുന്നവരൊക്കെ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരുമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അവസ്ഥയിൽ നമ്മൾ കർത്താവിൻ്റെ സഹോദര വർഗത്തിൽ, കർത്താവിൻ്റെ അമ്മയുടെ വർഗത്തിൽ നമ്മളായി തീരുവാൻ ദൈവേഷം ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞിൻ്റെ ലഹരി കൃഷി ചെയ്ത് പിഴിഞ്ഞെടുത്ത് കുടിക്കുന്നവരും കുടിപ്പിക്കുന്നവരും ആകുവാൻ നമ്മുടെ സഭാജീവിതം ഉതകുകയോ എന്നാണ് വിഷയം. ഈ അനുഭവം ഇല്ലെങ്കിൽ നമുക്ക് ക്ഷമ ചോദിക്കാം. യെശയ്യാ 5-ാം അധ്യായത്തിൽ നമ്മുടെ മേലുള്ള കോടതി വിധി എന്തൊക്കെയാണ്? സ്വർഗത്തിലെ പുതിയ വീഞ്ഞ് കിട്ടാതെ വന്നപ്പോൾ കൃഷിക്കാരൻ നമ്മളെ ശപിച്ചിട്ടുണ്ട്. ആ ശാപം മാറ്റി എഴുതണം. അതുകൊണ്ടാണ് മദ്യപാന രോഗത്തിൽ നിന്ന് വിമുക്തി ഉണ്ടാകാത്തത്. നമ്മൾ നമ്മുടെ പൂർവികരും സ്വർഗത്തിലെ പിതാവിൻ്റെ മുന്തിരി കൃഷി സ്ഥലത്ത് പിതാവിനെ കോപിക്കത്തക്കതായ ഫലം കാട്ടുമുന്തിരിങ്ങ കായ്ച്ച കേസാണ് അതിന് തരുന്നത്. എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിക്കുവിൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിലെന്ത് ചെയ്യാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നപ്പോൾ അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പൂർവികരും നല്ല മുന്തിരിങ്ങ കായ്ക്കുന്നതിന് പകരം കാട്ടുമുന്തിരിങ്ങ കായ്ച്ച കേസ് ആദ്യം തീരണം. അങ്ങനെ എത്ര കേസ് കിടപ്പുണ്ട്. മദ്യപാന രോഗികളെക്കുറിച്ച് പ്രാർത്ഥിക്കുവാൻ ഇവിടെ വരുന്ന പലരെക്കുറിച്ചും പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു തന്നിട്ടുള്ള ഒരു മറുപടി ഇതാണ്: ഇത്ര കേസ് അവരുടെ പേരിലുണ്ട്. അവരെ കുടിച്ച് ചാകണമെന്നാണ് സ്വർഗ്ഗകോടതിയുടെ വിധി. അവരുടെ കുടിച്ചുകൊണ്ടേയിരിക്കും. കുടിച്ച് ചാകും, ബോധം കിട്ടും, അരുതാത്തത് ചെയ്യും. അതുകൊണ്ട് ആ വിധി മാറ്റി എഴുതണമെങ്കിൽ ആ വീട്ടിൽ ആരെങ്കിലും അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കണം. ആ വീട്ടുകാർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യണം. എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ, എൻ്റെ ആങ്ങള, എൻ്റെ ഇന്നയാര് മദ്യപാന രോഗത്തിന് അടിമയായി നശിച്ചുകൊണ്ടിരിക്കുക. അത് എത്ര തന്നെ ചികിത്സ ചെയ്തിട്ടും എത്ര തന്നെ ഉപദേശിച്ചിട്ടും അത് മാറാനൊക്കുന്നില്ല. കോടതി വിധി തന്നെ ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ കോടതി വിധി മാറ്റി എഴുതുവാൻ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിന് കഴിവുണ്ട്. ആ യേശു കാൽവരിയിൽ കയ്പുകാടി കുളിച്ച വീഞ്ഞ് കുടിച്ച് ശിക്ഷ ഏറ്റുവാങ്ങി അത് ഉള്ളിലേക്ക് ഇറക്കാതെ ബോധം കെടാതെ വചനപ്രകാരം വേല തെളിച്ചിട്ട് ശാപം അനുഗ്രഹമാക്കി മാറ്റിയ ആ യേശുവിൻ്റെ കുരിശിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ കുരിശിലൂടെ നമുക്ക് പുതിയ മുന്തിരിങ്ങ കായ്ക്കുന്ന മുന്തിരിയായിട്ട് മാറാൻ സാധിക്കും. കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിൽ പുതിയ വീഞ്ഞ് ഉണ്ടാകുന്ന മുന്തിരിങ്ങ, നല്ല മുന്തിരി കായ്ക്കുന്ന ഒരു മുന്തിരിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത്. അങ്ങനെ ജന്മം കൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാനുള്ളൂ. 1-ാം ജനനം എഴുതിയുള്ളതാണ്. 2-ാം ജനനം വചനം നമ്മുടെ ഹൃദയത്തിൽ വ്യാപരിച്ച ആലോചന ഉണ്ടാകുന്ന വെള്ളത്തിൽ കർത്താവിൻ്റെ ആലോചന ഉണ്ടാകുന്ന വെള്ളം വന്ന്
വെള്ളത്താലും പരിശുദ്ധാത്മ വ്യാപാരത്താലും വീണ്ടും ലഭിക്കുന്ന യോഹന്നാൻ 3 പറഞ്ഞ് അന്വർത്ഥമാകട്ടെ. അതുകൊണ്ട് യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ 5-ാം അധ്യായത്തിലെ വിധി അനുസരിച്ച് വിധി മാറ്റി എഴുതാൻ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോവുക. സുപ്രീം കോടതിയിൽ നമ്മളൊരു അപേക്ഷ കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മദ്യപാനികളാണെങ്കിൽ അവരെ വെറുക്കരുത്, അവരെ ഉപേക്ഷിക്കരുത്, അവരെ തള്ളിക്കളയരുത്. ആ രോഗികളെ നമുക്ക് ഡോക്ടറായ യേശുവിൻ്റെ അടുത്ത് കൊണ്ട് ചെന്നാൽ യേശുവാകുന്ന ഡോക്ടർ നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മളെ ചികിത്സിക്കും. പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞിൻ്റെ ലഹരി ഉണ്ടാക്കുന്ന ഒരു മുന്തിരിത്തോട്ടമായി നമ്മളെ മാറ്റും. ആ മുന്തിരി ചക്കായി നമ്മളെ മാറ്റും. അങ്ങനെ നമുക്ക് പുതിയ അനുഗ്രഹം ലഭിക്കാൻ പ്രാർത്ഥിക്കാം. ആകയാൽ വരുകയും ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോടെ എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാനതിൻ്റെ വേലി പൊളിച്ചു കളയും. കർത്താവേ, എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും വേലി നീ പൊളിച്ചല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്വസ്ഥതയില്ലാത്തത്. പൊളിഞ്ഞ വേലിയുമായി കൃഷി ചെയ്താൽ ആ കൃഷി ഫലിക്കയില്ല, അത് അനേകർ ആക്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം വേലിയില്ലാത്ത കൃഷിസ്ഥലം പോലെയാണ് ഞാൻ നമ്മൾ സമ്മതിക്കണം. മദ്യപാന രോഗത്തിൽ നിന്ന് വിമുക്തരാക്കാൻ കഴിയാത്തവരൊക്കെ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള സ്വന്തക്കാരും ബന്ധുക്കാരുള്ളവരൊക്കെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ കുടുംബം വേലിയില്ലാത്ത, വേലി പൊളിഞ്ഞ ഒരു കൃഷിസ്ഥലമാണ്. അവർ വേലി കെട്ടിത്തരണം. അങ്ങനെ പലതും തിന്നുപോയി. ഞാനതിൻ്റെ മതിലിടിച്ചു കളയും, ചവിട്ടി മെതിച്ചു പോകും. അങ്ങനെ പലരും ഞങ്ങളെ ചവിട്ടി മെതിച്ച മുറിവും ചതവും ഞങ്ങൾക്കുണ്ട്. ഞാനതിനെ ശൂന്യമാക്കും. ഞങ്ങൾ ശൂന്യമായിരിക്കുന്നു. അത് വള്ളിത്തലം മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളു അതിൽ മുളയ്ക്കും. ആ മുള്ളും പറക്കാരെയും അതിനകത്തുള്ളതുകൊണ്ട് ഇടപെടുന്നവർക്കെല്ലാം മുറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഭാര്യയ്ക്കും മക്കൾക്കും സ്വന്തക്കാർക്കും എല്ലാം അടി ഇടിയും തൊഴിയും മാത്രം കിട്ടും, മുറിവ് മാത്രം ബാക്കി. അതിൻ്റെ കാര്യം ഇതാണ്. പറക്കാരെയും മുള്ളും അതിൽ നിന്ന് മുളയ്ക്കും. ശാപത്തിൽ നിന്നുണ്ടാകുന്ന ഈ സാധനം. ആ ശാപം മാറിയെങ്കിലേ ഈ രോഗത്തിൽ നിന്ന് വിമുക്തമാകാൻ സാധിക്കുകയുള്ളൂ. അതിൽ മഴ പെയ്യരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. കർത്താവേ, നീ മഴ മുടക്കിയിട്ടുണ്ടെങ്കിൽ അനുഗ്രഹത്തിന് മഴ ഞങ്ങൾക്ക് തരണം. സൈന്യങ്ങൾ യഹോവയുടെ മുന്തിരിത്തോട്ടം, ഇസ്രായേൽ ഗൃഹം അതിന് മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകുന്നു. അവൻ ന്യായത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ അന്യായം. നീതിക്കായി കാത്തിരുന്നു, എന്നാൽ ഇതാ ഭീതി. അപ്പം ഭീതിയുടെയും അന്യായത്തിൻ്റെ അനുഭവം മാറിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞ് ഉണ്ടാക്കുന്ന മുന്തിരിച്ചക്കായി നമ്മുടെ ജീവിതം മാറിയാൽ പുതിയ വീഞ്ഞുണ്ടാക്കുകയും അത് കൊടുക്കുകയും അത് ആസ്വദിച്ച് പെന്തക്കോസ്ത് പെരുന്നാൾ സംബന്ധിച്ച് 120 പേരെ പോലെ ആത്മാവിൽ നിറഞ്ഞ് ആത്മഫലങ്ങൾ വിളയിച്ച് അനേകർക്ക് കൊടുത്ത് അനേകരെ നേടി 3000 പേര് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റുമെന്നാണ് പെന്തക്കോസ്ത് പെരുന്നാളിൽ നമ്മൾ കാണുന്നത്. ഇന്ന് നമുക്ക് ആരെങ്കിലും സ്നാനപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുന്തിരി കൃഷി ഒത്തില്ലെന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ചയിൽ ഇന്നു മുതൽ അടുത്ത ഞായറാഴ്ച വരെ ശുദ്ധീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ദേഹത്തിലും ദേഹിയിലും ആത്മാവിലും ശുദ്ധീകരണം പൂർത്തിയായാൽ, അടുത്ത ശുദ്ധീകരണ പെരുന്നാൾ പൂർത്തിയായാൽ യേശു കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള കഴിവ് അമ്മയ്ക്ക് ലഭിക്കും. എല്ലാ അമ്മമാരും ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ഒരു 3-4 ദിവസത്തെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വിധേയമാകുന്നു. എല്ലാ ആരോഗ്യമുള്ള അമ്മമാരും ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ വേണ്ടിയാണ് ആർത്തവകാലത്ത് ശുദ്ധീകരണം പ്രാപിക്കുന്നത്. ആർത്തവകാല ശുദ്ധീകരണം കഴിഞ്ഞാൽ ഗർഭധാരണത്തിനുള്ള സമയമാവും. അങ്ങനെ ഒരു അമ്മയായി തീരുകയാണ്. സഭയാകുന്ന അമ്മ അടുത്ത ഡിസംബർ മാസം 25-ാം തീയതി ജനിക്കാനുള്ള കുഞ്ഞിന് വേണ്ടി അമ്മ തന്നെത്താൻ കുളിക്കുന്ന ദിവസങ്ങളാണ്. അമ്മയുടെ ആർത്തവകാലമാണ് ഈ ആഴ്ചക്കാലം എന്ന് ഓർപ്പിക്കുന്നത്. അപ്പോൾ അടുത്ത 1-ാം തീയതി വരാൻ പോകുന്ന ശുദ്ധീകരണ പെരുന്നാളിൽ ദേഹിയുടെ മണ്ഡലം കന്യകയായി ശുദ്ധീകരണം പ്രാപിച്ചാൽ യേശു കുഞ്ഞിനെ ഗർഭം ധരിക്കാനുള്ള കഴിവ് കിട്ടും. വചനം ശരീരമായി തീരും. അടുത്ത പെന്തക്കോസ്തിയിൽ നമ്മുടെ യേശു കുഞ്ഞുങ്ങളെയും കൊണ്ട് നമുക്ക് പള്ളിയിൽ വന്ന് സന്തോഷിക്കാൻ സാധിക്കും. അടുത്ത പെന്തക്കോസ്തി പെരുന്നാളിൽ നമ്മുടെ മുന്തിരി കൃഷിയുടെ വിളവെടുപ്പായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ധ്യാനോടെ സമാഹരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു വചനം ഇതിനോട് ചേർത്ത് പറയുകയാണ്. ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 27 വരെയായിരുന്നു. ലൂക്കോസ് 18-ന്റെ 18-27 വരെയുള്ള ഭാഗത്ത് നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യം ദൈവത്തെ കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. മദ്യപാന രോഗത്തിൽ നിന്ന് വിമുക്തമാകാൻ കഴിയാതെ ചികിത്സ ചെയ്തിട്ടും ഉപദേശങ്ങൾ കേട്ടിട്ടും ധ്യാനിച്ചിട്ടും പിന്നെയും അതിലേക്ക് വഴുതി വീണവരാരും നിരാശപ്പെടണ്ട. എന്നെ കൊണ്ട് കഴിയുന്നില്ല കർത്താവേ, ഇത് മോശമാണെന്നറിയാം, ഇത് വേണ്ടാന്നറിയാൻ പറ്റും, നീത്താനൊക്കുന്നില്ല, സ്വർഗ്ഗകോടതിയിൽ വിധി മാറ്റി എഴുതാനൊക്കുന്നില്ല. അത് നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ദൈവത്താൽ കഴിയുമെന്നാണ് ലൂക്കോസ് 18-ന്റെ 27 നമ്മൾ ഇന്നലെ വായിച്ചത്.
നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ കുരിശിന് ചുവട്ടിലേക്ക് വെച്ച് കൊടുക്കുക. എന്നെ കൊണ്ട് കഴിയാത്ത കാര്യം നിന്നെ കൊണ്ട് സാധിക്കും, നീ എനിക്ക് ജനിച്ചു വളർന്നു സാധിച്ചു എന്ന് പറഞ്ഞ് നമ്മളെ സമർപ്പിച്ചു കൊടുത്താൽ നമുക്ക് പുതിയ സൃഷ്ടിയാകാം, പുതിയ കൃഷി തുടങ്ങാം. അപ്പോൾ ഒരു ധനവാനുണ്ടായിരുന്ന അജ്ഞത, ആ കുറവ് കാണിച്ചു കൊടുത്ത കർത്താവ് നല്ല ഗുരു എന്ന വിളി നിരസിച്ച് ലോകത്തിന്റെ പാവം വഹിക്കുന്ന കുഞ്ഞാടായി കുരിശെടുത്ത് നടന്നതായ നല്ല മാതൃകയായി കർത്താവിനെ നമ്മൾ സ്തുതിക്കണം. നമ്മുടെ പാപശാപങ്ങൾ ഏറ്റുവാങ്ങി തന്നെ ഒരു നല്ല ഗുരു എന്നുള്ള പേര് പോലും വിളിച്ച് കേട്ടില്ല. നമുക്ക് വേണ്ടി ജാമ്യം നിന്ന് നമ്മുടെ പാപശാപങ്ങൾ ഏറ്റുവാങ്ങി നമ്മളെ വഹിച്ചോണ്ട് നടന്നപ്പോൾ നമ്മുടെ അശുദ്ധിയും നമ്മുടെ ശാപവും എല്ലാം താൻ ഏറ്റെടുത്തിട്ട് ഒരു നല്ല ഗുരു എന്നുള്ള പേര് പോലും താൻ യോഗ്യനല്ലാന്ന് പറഞ്ഞു. നമ്മളെ നല്ലവരാക്കാൻ വേണ്ടി അവൻ ചീത്തയായി, നമ്മളെ വിശുദ്ധരാകാൻ വേണ്ടി അവൻ അശുദ്ധനായി, നമ്മുടെ പാപം പരിഹരിക്കാൻ വേണ്ടി അവൻ പാപമാക്കപ്പെട്ടു. ആ യേശുവിൽ ആശ്രയിച്ചാൽ നമുക്ക് പുതിയ സൃഷ്ടിയാകാമെന്ന കാര്യം നമുക്ക് പ്രത്യാശ നൽകിയിരിക്കുന്നു. മനുഷ്യരാൽ അസാധ്യമായതിനെ സാധിപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്ക് നമുക്ക് സ്തോത്രം ചെയ്യാം. 1 കൊരിന്ത്യർ 15:10 നമുക്ക് എന്തെങ്കിലും സാധിക്കണമെങ്കിൽ അത് കൃപയാലാണെന്ന് പൗലോസ് പറയും. യേശുവിനെ ഉപദ്രവിച്ച് നടന്ന വലിയ പീഡകനായിരുന്ന, മതവിദ്വേഷിയായിരുന്ന, മതദ്രോഹിയായി മതഭ്രാന്തനായി നടന്ന ശൗൽ ക്രിസ്ത്യാനിയായി ക്രിസ്തുവിന് ജീവിക്കാൻ തന്നെ ജീവൻ വിട്ടുകൊടുത്ത് അറേബ്യയിൽ പോയി യേശുവിനെ വളർത്തി താൻ അനേക ലക്ഷക്കണക്കിന് വരെ നേടി അനേക സഭകൾ സ്ഥാപിച്ചു. 1 കൊരിന്ത്യർ 15:10 അപ്പോസ്തലനായ പൗലോസ് സാക്ഷ്യം പറയുകയാണ്, എനിക്ക് എന്നെ കൊണ്ട് സാധിക്കാൻ ഒത്തിരി കാര്യം ഞാൻ സാധിച്ചിരിക്കുന്നു, അത് കൃപയാലാണ്. 1 കൊരിന്ത്യർ 15:10 നോക്കിയാട്ടെ. 1 കൊരിന്ത്യർ 15:10 കൊരിന്ത്യ ലേഖനം എന്ന് പറഞ്ഞ പുതിയ നിയമത്തിലാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പരാജയപ്പെട്ടിട്ട് ജയിച്ച ഒരാൾ, തോറ്റ ഒരാൾ ജയിച്ചതിന് ശേഷം പറയുകയാണ്, എനിക്ക് എല്ലാ കാര്യവും തോറ്റ കാര്യങ്ങളെല്ലാം ഞാൻ ജയിച്ചിരിക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം പാടുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:10-57 പ്രത്യേകം ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യർ 15-10 തന്നെ പറയുന്നു, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകണം. അപ്പം ദൈവത്തിന്റെ കൃപയാലാണ് പൗലോസിയ അപ്പോസ്തലനായി വിജയാളിയായി തോറ്റതിലെല്ലാം ജയിച്ചു എന്നാ പറയും. 57 വാക്യങ്ങൾ വായിച്ചാട്ട്. 1 കൊരിന്ത്യർ 15:57 നമുക്ക് എല്ലാവർക്കും ജയം എന്ന് പറയാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. തോറ്റതിലൊക്കെ ജയിപ്പിക്കാൻ പോവുക, കർത്താവ് നമ്മളെ ജയിപ്പിക്കും. ജയിച്ചിട്ട് കർത്താവ് തന്നെ നമ്മളങ്ങ് ജീവിക്കും. നമുക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും, നന്ദി പറയാൻ സാധിക്കും. അപ്പോൾ 1 കൊരിന്ത്യർ 15:10-57 നമ്മുടെ സ്വന്തമാക്കുക. അതിനോട് ചേർക്കേണ്ട മറ്റു ചില വേദഭാഗങ്ങളുണ്ട്. അത് ഫിലിപ്പിയർ 4:13. നമ്മളെ എത്ര ബലഹീനരായാലും നിരാശപ്പെടേണ്ട, ആ ബലഹീനതയിലേക്ക് ദൈവത്തിന്റെ അമിത ബലം ഒഴുകി വരും, നമ്മളെ കൊണ്ട് ആ കാര്യം സാധിപ്പിക്കും എന്നാണ് പറയുന്നത്. ഫിലിപ്പിയർ 4:13 എന്താ പറയുന്നത്? ഫിലിപ്പിയർ 4:13 കണ്ടോ? കൊരിന്ത്യർ കഴിഞ്ഞ എത്രാം പേജിലാണ്? 1 കൊരിന്ത്യർ കഴിഞ്ഞു ഫിലിപ്പിയർ 4 1311 പേജ്. ഫിലിപ്പിയർ 4:13 പുതിയ പുസ്തകത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഫിലിപ്പിയർ 4:13 എന്താ പറയുന്നത്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും അത് പെടാത്ത കാര്യമൊന്നും മതിയായവനാണ്. ആ ഒരു ഉറപ്പ്, എന്നെ സകല കാര്യങ്ങൾ ജയിപ്പിക്കുന്ന ആളെ നമ്മുടെ ഉള്ളിൽ ജീവിക്കാൻ സമ്മതിച്ചാൽ മതി. നമ്മുടെ സ്വയത്തെ കേന്ദ്രമാക്കി ജീവിതം നിർത്തിയിട്ട് നീ എന്നിലങ്ങ് ജീവിച്ചു. ഗലാത്യർ 2:20 എൻ്റെ രഹസ്യം. പൗലോസിനെ യേശുക്രിസ്തു മുഖാന്തരം എല്ലാം സാധിച്ചതിന്റെ രഹസ്യം എന്നാണെന്നറിയാവോ? ഗലാത്യർ 2:20 പറഞ്ഞിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, പിന്നെ ആരാ? ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് പറയും. ഗലാത്യർ 2:20 നോക്കിയാട്ടെ. എത്രാം പേജാ അത്? ഗലാത്യർ 2:20 പേജ് കണ്ടോ? പുതിയ വേദോത്സവത്തിൽ 1292 കണ്ടോ? 1292 94 അങ്ങനെ പല പേജിലായിരിക്കും. പുതിയ വേദോത്സവമുണ്ട്, പഴയ വേദോത്സവമുണ്ട്, അതുകൊണ്ടാണ് പല പേജുകൾ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? അന്നോട്ട് വായിച്ചാട്ടെ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, പിന്നെ ക്രിസ്തു അത്ര. അത് പറയാൻ സാധിച്ചാൽ മതി, ക്രിസ്തു കാര്യമായിട്ട് സാധിച്ചോളും. നമ്മൾ ജീവിക്കുന്ന കണ്ടെന്ന് സന്തോഷിച്ചാൽ മതി. പരിശുദ്ധ കന്യാമറിയാനുള്ള യേശു മാർച്ച് മാസം 25-ാം തീയതി ജനിച്ച അന്ന് മുതൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നവരെയുള്ള കാര്യങ്ങളെല്ലാം മാതാവ് കണ്ടുകൊണ്ടിരിക്കുക. നമുക്കതുപോലെ കണ്ട് ആനന്ദിക്കാൻ സാധിക്കും.
നമ്മളങ്ങ് വിട്ടുകൊടുത്താൽ മതി. സ്വയത്തെ കേന്ദ്രമാക്കി പരിപാടി നിർത്തുക. ഞാനും എൻ്റെ അവനോനുസവവും നിർത്തിയിട്ട് ദൈവവും ദൈവത്തിന്റെ പദ്ധതിയും, ഗോഡ് സെന്റേർഡ് ലൈഫ്, അത് വന്നു കഴിഞ്ഞാൽ യേശു നമ്മൾ ജനിക്കുന്നതും വളരുന്നതും സ്വർഗാരോഹണം ചെയ്യുന്നവരും കാണാൻ സാധിക്കും. ആ സ്വർഗാരോഹണം ചെയ്യുന്ന യേശുവാണ് പെന്തിക്കോസ്തിയുടെ പുതിയ വീഞ്ഞിന്റെ ലഹരി നമുക്ക് തരുന്നത്. പുതിയ വീഞ്ഞിന്റെ ലഹരി കൊണ്ട് മാത്രമേ നന്മ ചെയ്യാനൊക്കെ ഉള്ളൂ, തിന്മയെ തള്ളാനൊക്കെ ഉള്ളൂ. നന്മയെ തീർക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും കൊണ്ട് വിജയിച്ച യേശു നമ്മൾ ജീവിക്കണം. അതെവിടെ എഴുതിയിരിക്കുന്നത്? യേശു 30 കൊല്ലം എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരിപാടി വിജയിച്ചത്? അത് യെശയ്യാ 7:14-15 യെശയ്യാ 7:14-15 എത്ര പേജ് നോക്കിയാട്ടെ. യെശയ്യാ 7:14-15 വാക്യം എത്രാം പേജാന്ന് നോക്കി, അതൊന്നും എടുത്താട്ടെ. ഈ പൗലോസ്ലീഹായുടെ ഉള്ളിൽ ഈ യെശയ്യാ 7:14-15 വാക്യങ്ങളിലെ ആ യേശു എത്രാമത്തെ പേജാന്ന് പറഞ്ഞു? 700 കണ്ടോ? പഴയ നിയമത്തിൽ 748 കണ്ടോ? എല്ലാവരും പേജ് എടുത്തോ? പഴയ നിയമത്തിൽ 748 പേജ് കണ്ടോ? അതിൽ 7-ാം അധ്യായത്തിന്റെ 14-15 വാക്യം എന്താ പറയുന്നത്? കർത്താവിനെ നിങ്ങൾക്ക് ഒരടയാളം തരും, കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പ്രായമാകുന്നവരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. അപ്പൊ തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും കൊണ്ട് ഉപജീവിക്കുന്ന യേശു നമ്മളങ്ങ് ജീവിച്ചാൽ മതി. നമ്മൾ രാവും പോലും വചനം ധ്യാനിച്ച് വചനം തേൻ പോലെയും തൈര് പോലെയും പാല് പോലെയും ഉപയോഗിച്ചാൽ മതി. യേശു നമ്മൾ വളർന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അവൻ വളർന്ന് പാപത്തെ തോപ്പിക്കുന്ന കാണാൻ സാധിക്കും, പാപത്തെ ജയിക്കുന്ന കാണാൻ സാധിക്കും. നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യമെല്ലാം സാധിപ്പിച്ചിട്ട് നമ്മുടെ പേര് കണക്കെഴുതും. അതാണ് കൃപയെന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് സാധിക്കാത്ത കാര്യം സാധിച്ചിട്ട് നമ്മുടെ പേര് കണക്കെഴുതും, നീയാണ് സാധിച്ചെന്ന് പറയും. അങ്ങനെ നമ്മളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ പരാജയപ്പെട്ട കാര്യങ്ങളെല്ലാം കർത്താവ് വിജയം നൽകിയിട്ട് കർത്താവിന്റെ കല്യാണം ഉണ്ടത് ചെല്ലുമ്പോൾ കർത്താവ് നമുക്ക് സമ്മാനം തരും. ഞാൻ പാവിനെ ചവിട്ടിയതുപോലെ നീയും ചവിട്ടിയിരിക്കുന്നു, ഞാൻ പാവത്തെ ജയിച്ചതുപോലെ നീയും ജയിച്ചിരിക്കുന്നു, നമുക്കൊന്നും ജീവിക്കാമെന്ന് പറയും. കർത്താവ് കൈ തരും. വേണോ? സ്വർഗീയ മണവാളനായ യേശു നമുക്ക് കൈ തന്ന് കർത്താവിന്റെ കിരീടം എടുത്ത് നമ്മുടെ തലയെ വെച്ച് അവന്റെ കിരീടമായി നമുക്ക് മാറാൻ സാധിക്കും. നമ്മളെ എടുത്ത് കർത്താവിന്റെ കിരീടമായി അവന്റെ തലയെ വെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും വലിയ സാധ്യതകളുള്ളതാണ് ഈ ക്രിസ്തീയ ജീവിതം. അതിന് നമുക്ക് സാധിക്കാതെ പോയ പരാജയങ്ങൾക്ക് നിരാശപ്പെടാതെ യേശു നമ്മൾ ജീവിക്കാൻ അനുവദിച്ചാൽ മതി എന്ന കാര്യം ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ, ഞങ്ങളുടെ മറ്റുള്ളവർക്ക് വചനം കേൾക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളെ തന്നെ സൗകര്യം ചെയ്യാനും ഞങ്ങളുടെ ഉറവുകളെ മനസ്സിലാക്കാനും കർത്താവെ ഞങ്ങൾക്ക് ഒരുക്കി തന്നുള്ള അവസരത്തിനായി ഞങ്ങളുടെ സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ പുതിയ വീഞ്ഞിനെ കുറിച്ചും പഴയ വീഞ്ഞിനെ കുറിച്ചും ഒക്കെ കേട്ടുള്ള പുതിയ മുന്തിരിവള്ളി പഴയ മുന്തിരിവള്ളിയുമായിട്ട് കർത്താവെ മുന്തിരിവള്ളിയുടെ കൈപ്പുകളും മുന്തിരി കൊമ്പുകളും ഞങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളിന്ന് കർത്താവെ പഴയ ആ മുന്തിരിവള്ളിയുള്ള കൊമ്പുകളായിട്ട് കിടക്കുന്നതുകൊണ്ട് കർത്താവെ ഞങ്ങൾ പഴയ മുന്തിരിക്കായാണ് കായ്ക്കുന്നത്, കൈപ്പുള്ള മുന്തിരിക്കായ കായ്ച്ച് അതിൻ്റെ വീഞ്ഞ് കുടിച്ച് ഞങ്ങളെ നശിക്കുന്നവരായിട്ടൊരു കൂടി മാറിയിരിക്കുകയാണെന്ന് ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്നാൽ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചുള്ള സാക്ഷാൽ മുന്തിരിവള്ളി എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്ന കർത്താവിൻ്റെ മുന്തിരിവള്ളിയോട് ചേർന്ന കൊമ്പുകളാകുന്നു ഞങ്ങളെന്ന്. കർത്താവ് ഇതുവരെ ഞങ്ങൾ കർത്താവിൻ്റെ ആ മുന്തിരിവള്ളിയോട് ചേർന്ന കൊമ്പുകളായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കഴിക്കുന്ന മുന്തിരിങ്ങയായിട്ട് കർത്താവ് മറ്റുള്ളവർക്കും വീടിനും നാടിനും കൊള്ളാത്തവരായിട്ട് കർത്താവ് ഞങ്ങൾ കഴിച്ചും പൊളിച്ചും അനുഗ്രഹമില്ലാത്ത അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കർത്താവ് ഞങ്ങൾ കൈപ്പുള്ളവരായി മാറിയിരിക്കുന്നതെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ വീടിന് സമാധാനം കൊടുക്കാതെ സമാധാനം കെടുത്തുന്ന ഒരു കൈപ്പായി ഞങ്ങൾ മാറിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവ് ഇന്ന് പുതിയ വീഞ്ഞിന്റെ അനുഭവത്തിലേക്ക് കർത്താവാകുന്ന പുതിയ വീഞ്ഞിൽ കർത്താവെ കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് പുതിയ വീഞ്ഞ ഒരു ക്രിസ്തുവിനായ പഴയതെല്ലാം കഴിഞ്ഞുപോയി പുതിയ സൃഷ്ടിയാകുന്നു പറഞ്ഞ അതിന് പ്രായം ഞങ്ങൾ കർത്താവ് ഇന്ന് പഴയതിനോടെല്ലാം വിട പറയുവാനും പഴയ ആ മുന്തിരിച്ചാറിനോടും പഴയ മുന്തിരി കമ്പിനോടും പുതിയ ആ പഴയ ആ മുന്തിരി കൊലയോടും കർത്താവെ മുന്തിരിക്കായോടും എല്ലാം ഞങ്ങൾ വിട പറഞ്ഞിട്ട് പുതിയ മുന്തിരിക്കായായി പുതിയ മുന്തിരിവള്ളിയായി പുതിയ മുന്തിരി സാഹകളായിട്ട് പുതിയ കൊമ്പുകളായി തീർന്ന് കർത്താവിൽ സത്യപ്രാപിക്കാൻ കർത്താവെ ഞങ്ങളെ പൂർണ്ണമായ ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുകയാണ് കർത്താവെ. ഞങ്ങളോട് കർത്താവ് കൃത്യമായി സംസാരിക്കുകയും കൃത്യമായി ഇടപെടുകയും ചെയ്യണം. അങ്ങനെ നശിക്കുന്നവർക്കുള്ളതാണെന്നും ആ പഴയ രീതിയിൽ ഞങ്ങളെ പഠിപ്പിച്ചു. കർത്താവെ നശിക്കുന്നവർക്കുള്ളതാണ് മദ്യമെന്ന്. ആ നശിച്ചു പോകുന്നവരുടെ അനുഭവത്തിൽ ഞങ്ങൾ ആയിത്തീരാതെ കർത്താവെ ഞങ്ങൾ നിത്യജീവൻ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ പുതിയ മുന്തിരിവള്ളികളായി മാറുവാനാക്കണം ദൈവമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആയിപ്പെട്ടു പോയത് സ്വർഗവിധിയാണെന്നും സ്വർഗകോടതിയിലെ കേസാണെന്നും
ഞങ്ങൾ സമ്മതിക്കുന്നു. ആ കേസിന്റെ തീർക്കുവെന്നൊക്കണം കർത്താവെ ഞങ്ങളെ പൂർണ്ണമായ ഒരു പുതിയ സൃഷ്ടികളായി മാറുവാനൊക്കണം. ആ സ്വർഗ്ഗോടതിയിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വനും വഴി വന്ന ആ പാപത്തോടും ശാപത്തോടും എല്ലാം ഞങ്ങൾ വിട പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് മുതൽ പുതിയ സൃഷ്ടികളായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കർത്താവെ നിന്റെ സന്നിധി ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. കർത്താവെ സ്വർഗ്ഗോടതിയുടെ വിധി മാറ്റി എഴുതുവാൻ ഞങ്ങളെ തന്നെ ഞങ്ങൾ ജാമ്യം നിന്ന് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ സമൂഹത്തിലും മദ്യപാനികളുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ആ മദ്യപാനികൾക്കൊരു ജാമ്യം നിന്ന് കഴിഞ്ഞാൽ അവർക്കൊരു വീഞ്ഞില്ലാതെ ജീവിക്കാൻ സാധിക്കില്ലെന്നും അത് പുതിയ വീഞ്ഞാണ് വേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ ലഹരിയാണ് വേണ്ടത്, പരിശുദ്ധാത്മാവിന്റെ വീഞ്ഞ് മാത്രമാണ് വേണ്ടെന്ന് കർത്താവെ അങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതും പ്രകാരം കർത്താവെ ഞങ്ങളുടെ ജാമ്യം നിന്ന് ഞങ്ങൾ പുതിയ വീഞ്ഞുകാരായി മാറുവാൻ മാതാപിതാക്കളെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മക്കളുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പുതിയ വീഞ്ഞ് കിട്ടുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. മാതാവ് യേശുക്കുഞ്ഞ് ജനിച്ചത് ആത്മാവ് നിറഞ്ഞിട്ടാണല്ലോ കർത്താവെ. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ മാതാവിന്റെ സന്തോഷം മാതാവ് ആത്മാവ് നിറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കാത്തിരുന്ന് ആത്മാവ് നിറഞ്ഞതിന് ശേഷം മക്കളെ കിട്ടുമ്പോൾ ആ മക്കൾ സന്തോഷമുള്ള മക്കളായി വീണ്ടും ജന്മത്തിന്റെ അനുഭവത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ പുതു വീഞ്ഞിലൂടെ ആത്മാവിന്റെ ശക്തിയിലൂടെ ആത്മാവിന്റെ തേജസ്സിലൂടെ ദൈവ കൃപയിൽ വളരാൻ സാധിക്കും. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് പൂർണ്ണമായൊരു മാറ്റം ഉണ്ടായിട്ട് ഞങ്ങൾ ആത്മാവ് നിറയപ്പെടാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ മാതാപിതാക്കളിൽ ആത്മാവ് നിറഞ്ഞിട്ടില്ല ഞങ്ങൾ ഉണ്ടായത്. ആ കെടുതികൾ ഞങ്ങളോട് ക്ഷമിച്ചിട്ട് ആ ശാപങ്ങളെല്ലാം ഞങ്ങളോട് മാറ്റിയിട്ട് ഞങ്ങളിന്ന് പുതുവീഞ്ഞിനായിട്ട് ആത്മാവിന്റെ നിറവിന് വേണ്ടി ഒരു പുതിയ പെന്തക്കോസ്തിയുടെ അനുഭവത്തിന് വേണ്ടി കർത്താവിന്റെ കരങ്ങൾ ഞങ്ങളെ താഴ്ത്തുകയാണ് കർത്താവ്. ഇന്ന് ഞങ്ങളുടെ മാതാപിതാക്കളിലൂടെ വന്നുപോയ കുറവുകൾ ഞങ്ങളുടെ പൂർവ്വന്മാരിലൂടെ വന്നുപോയ കുറവുകൾ എല്ലാം ഞങ്ങളോട് ക്ഷമിച്ചിട്ട് ഞങ്ങൾ പുതിയ സൃഷ്ടികളായി മാറി പുതുവീഞ്ഞിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ ഞങ്ങളെ പൂർണ്ണമായ ജീവനങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ കർത്താവെ. ഞങ്ങളോട് കർമ്മ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ വേരി പൊളിച്ചു കിടക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളതെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ ഞങ്ങളോട് ക്ഷമിച്ചിട്ട് മുള്ളും പരക്കാരും ജനിച്ച് ഞങ്ങൾക്ക് മഴ നിന്നുപോയ അനുഗ്രഹം നിന്നുപോയ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ വിട പറഞ്ഞ് അതെല്ലാം ഞങ്ങളോട് ക്ഷമിച്ചിട്ട് മുള്ളും പരക്കാരും നടന്നിടത്ത് ദൈവത്തിന്റെ ആത്മഫലങ്ങള് ആ 9 ഫലത്തിലേക്ക് കടന്നു വന്ന് ആ ഫലം പ്രകടിക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ ഇവിടുന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ കർമ്മ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവിടുന്ന് വരെ വന്നുപോയിട്ടുള്ള എല്ലാ കുറവുകളും ക്ഷമിക്കണം. ഞങ്ങളെ ശക്തരാക്കുന്ന മുഖാന്തരം ഞങ്ങൾക്ക് സകലം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് സകലം ചെയ്യാൻ ശക്തരായ ദൈവത്തിന്റെ ഉള്ളിൽ മറന്നിരിപ്പാൻ ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്ന് പറയുവാനൊക്കണം. ഞങ്ങൾ ജീവിക്കുന്നത് കൃപയാണെന്ന് മനസ്സിലാക്കുവാനൊക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കുകയും പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഭരിക്കണം. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അത് ഇമ്മാനുവേലിന് പേരിട്ടതുപോലെ ആ തൈരും തേനും ഉപജീവിച്ച് കഴിഞ്ഞ പോലെ ആ ഒരു അനുഭവത്തിൽ മാറിയിരിക്കുവാനൊക്കണം. ദൈവമേ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് എല്ലാ പഴയതിനോടെല്ലാം ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് കർത്താവെ ഞങ്ങൾ ഇന്ന് ചവിട്ടുന്ന ഒരു അനുഭവത്തിൽ നിന്ന് കിരീടമായി മാറുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവെ ഞങ്ങളെ കോടതി വിധിയെല്ലാം തിരിച്ചെഴുതി ഞങ്ങളിന്ന് പുതിയ സൃഷ്ടികളായിട്ട് പുതിയ അനുഗ്രഹത്തോടെ പുതിയ ശക്തിയോടെ പുതിയ വീഞ്ഞോടെ പുതിയ അനുഭവത്തോടെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങി ഞങ്ങൾക്കും ദൈവത്തെ പ്രസാദിച്ച് മനുഷ്യർക്ക് കൊള്ളാവുന്നവരായി മാറി അങ്ങനെ ദൈവത്തിന്റെ മക്കളായി ഞങ്ങൾ ആ പദവിയിൽ എത്തിച്ചേരുവാൻ ഞങ്ങളുടെ വിശ്വാസത്തെ പുതുജീവന്റെ ആ വിശ്വാസമാക്കി മാറ്റി ഞങ്ങൾ രൂപാന്തരപ്പെട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ ഒന്നായി ക്രിസ്തുവിൽ മാത്രം ആഗ്രഹിച്ച് ക്രിസ്തുവിൽ സന്തോഷിച്ച് ക്രിസ്തുവിൽ ആനന്ദിക്കുവാൻ ഞങ്ങളുടെ ഉള്ള ഈ ലോകത്തിന്റെ സുഖങ്ങളും ഈ ലോകത്തിന്റെ സന്തോഷങ്ങളും ഈ ലോകത്തിന്റെ എല്ലാം ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കാൻ നോക്കണം. ദൈവത്തെ തേനിക്കെട്ടിൽ തേനിച്ച് പറ്റുന്ന പോലെ അപ്പനോട് പറ്റിച്ചേർന്നിരിക്കുന്ന മക്കളായി മാറി നല്ല സാഹകളായിട്ട് നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ അപ്പന്റെ കരങ്ങളിൽ ഞങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കേട്ട വല്ല പ്രകാരം ഞങ്ങളെ തന്നെ താഴ്ത്തി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുറവുകളുണ്ട് സമ്മതിക്കുന്നു, ക്ഷമിക്കണം. ആ വല്ല പ്രകാരം ഒന്നും ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല, തെറ്റ് ചെയ്തു പോയി ഞങ്ങൾ ദൈവത്തിനും കൊള്ളാത്തവരായി മാറിപ്പോയി, ക്ഷമിക്കണം. ഇതാ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് മുതൽ വേണ്ടത് യേശുവിനെയാണ്. യേശുവിനില്ല ഞാൻ കാര്യം വേണ്ട, ഒന്നിനും വേണ്ട, ഒന്നും വേണ്ട, യേശുവിനെ മാത്രം. യേശു തരുന്നതും തരുന്നിടത്തോളം തരുന്ന സമയത്ത് തരുന്ന മധുരമോ കയ്പായിട്ടുണ്ട് കർത്താവെ. അത് മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ മതി ഞങ്ങൾ സമ്മതിക്കുന്നു. അതിനുവേണ്ടി പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. കടന്നു വന്ന് ഞങ്ങൾ കേൾപ്പിച്ചിരിക്കുന്ന മുറിവുകള് എല്ലാ ചതവുകള് എല്ലാം ഞങ്ങളുടെ കരങ്ങൾക്ക് എന്റെ ഔഷധത്തിലൂടെ ഇന്നെല്ലാം ചെയ്യുന്ന വേലകൾക്ക് നന്ദി. ഞങ്ങൾ തിരിച്ചു കൊടുത്തു വളർത്ത തിന്മയുടെ ശക്തികള് പാവപ്പാമ്പിന്റെ ആ കാല് തകർക്കുന്ന ആ പുതുകാല് തകർക്കുന്ന അനുഭവത്തിൽ ആ കർത്താവെ ആ അവിടുന്ന് ഔഷധത്തിൽ ഏൽപ്പിക്കുകയാണ്. അതിന് ചവിട്ടി മാറ്റിക്കെട്ടി സമുദ്രത്തിലോട്ട് പാരം കൊടുക്കണം, പാരം കൊടുത്ത് എല്ലാം ചെയ്യുന്ന വലിയ വേലകൾക്ക് നന്ദി പറയുന്നു. എല്ലാം ദൈവനാമഹത്വത്തിനും ദൈവശക്തിക്കും മാറ്റിക്കുവാൻ സഹായിക്കണം. പ്രാർത്ഥനയുടെ അതിനായി സ്തോത്രം കർത്താവെ. അനുഗ്രഹിക്കനായി നന്ദി മാനമഹത്തോട് നൽകണം വരുന്ന തന്നെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, എന്റെ നാമം പരിശുദ്ധ